Hi, this is Jeshit from Jeshu's Corner, and today's lesson we can look at the preposition at. So at is a preposition. So it is a word that comes before a noun phrase. And we can use the preposition at to describe lots of different things. Okay, so it has lots of uses. For example, time, place, activity, and direction. Okay, and in this lesson, we can look at all the uses of the preposition at. So let's look at as preposition of time. So the first use is at followed by a clock time. For example, let's meet at 9 o'clock. So here we're describing the time. We have a meeting at 2 p.m. The train leaves at 8:40 p.m. So at followed by a clock time. Okay. സോ അറ്റെന്ന് പറയുന്ന പ്രൊപ്പോസിഷൻ നമ്മൾ ടൈമിൽ പ്ലേസിൽ ആക്ടിവിറ്റി ഡയറക്ഷൻ ഇതെല്ലാം വരുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് അറ്റ് ഫോളോഡ് ബൈ ഒരു പെർട്ടിക്കുലർ ക്ലോക്ക് ടൈമാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പം അറ്റ് 9 o'clock, അറ്റ് 8 o'clock or at 8:30. ഓക്കെ, സോ അറ്റ് ഫോളോഡ് ബൈ എ ക്ലോക്ക് ടൈം. And another use of at as a preposition of time, that at followed by the name of a festival or a special time of the year. Okay, so at followed by a name of a festival or a special time of the year. So very common example. I saw my brother at Onam. I'm going to London at Easter. Okay, this means during the Christmas holidays and the festival of Easter. Okay, so it is a festival, Onam and Easter. സോ അറ്റ് നമ്മൾ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഇവൻറ്റോ അല്ലെങ്കിൽ ഫെസ്റ്റിവലോ അല്ലെങ്കിൽ സ്പെഷ്യൽ ടൈം ഓഫ് ഇയറിലോ നമ്മൾ അറ്റ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ആൻഡ് ഹിയർ ആർ സം എക്സ്പ്രഷൻ വിത്ത് ആൻ അറ്റ് ആസ് പ്രിപ്പോസിഷൻ ഓഫ് ടൈം, അതായത് അറ്റ് ദ ബിഗിനിങ് ഓഫ്, അറ്റ് ദ എൻഡ് ഓഫ് എന്നുള്ളതിലൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. സോ ദിസ് മീൻസ് അറ്റ് ദ സ്റ്റാർട്ട് ഓഫ്, ദാറ്റ് ഈസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ മീറ്റിംഗ് വെർ ഡിസ്കസ്ഡ് സെയിൽസ്. Okay, so this means at the start of. Okay, so we're describing a part of time or part of an event. And the opposite is at the end of. So at the end of the evening we went out for a drink. Okay, so at can also be used at the preposition of place. So describe the place where something at something is. So we can have at followed by a specific location. At followed by a specific location or a place. For example, Arun is sitting at his desk. So Arun is at a specific location. Okay, there are two people at reception. And we turned right at the traffic lights. So when we arrived at traffic lights, we turned right. So at followed by a specific location. Okay, so at നമ്മൾ ഫോളോ ചെയ്യുന്ന സമയത്ത്, അതായത് അറ്റിൻ്റെ കൂടെ തന്നെ നമ്മളെന്താണ് ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു ലൊക്കേഷൻ എപ്പോഴും ഉണ്ടായിരിക്കും. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾ, അരുൺ എവിടെയാണ്? അരുൺ ഈസ് സിറ്റിംഗ് അറ്റ് ഹസ് ഡെസ്ക്. ആ ഡെസ്കിൻ്റെ ഒരു മുന്നിലായിട്ടാണ് അരുൺ ഉള്ളത്. ഓക്കെ, അരുൺ ഈസ് സിറ്റിംഗ് അറ്റ് ഹസ് ഡെസ്ക്. അതുപോലെ തന്നെ റിസപ്ഷൻ്റെ മുന്നിൽ 2 പേരുണ്ട്. ഓക്കെ, ദർ ആർ 2 people അറ്റ് റിസപ്ഷൻ. അതേപോലെ തന്നെ ട്രാഫിക് ലൈറ്റിൽ നമ്മൾ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള സ്ഥലത്ത് ട്രാഫിക് ലൈറ്റിൽ എത്തിയ സമയത്ത്, സോ ട്രാഫിക് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള പ്ലേസ്. സോ പെർട്ടിക്കുലർ ആയിട്ടുള്ള സ്പെസിഫിക് ലൊക്കേഷൻ അല്ലെങ്കിൽ പെർട്ടിക്കുലർ ആയിട്ടുള്ള പ്ലേസിൻ്റെ മുന്നേയും വി ക്യാൻ യൂസ് അറ്റ്. ഓക്കെ, സോ അനദർ റൂൾ, വി ക്യാൻ ഓൾസോ ഹാവ് അറ്റ് ഫോളോഡ് ബൈ എ കമ്പനി. ഓക്കെ, അറ്റ് ഫോളോഡ് ബൈ എ കമ്പനി ഓർ വർക്ക് ഓർ എ പ്ലേസ് ഓഫ് വർക്ക്. സോ ഹിയർ വി ഹാവ് ഐ വാണ്ട് ടു വർക്ക് അറ്റ് യൂട്യൂബ്. ഓക്കെ, അറ്റ് ഫോളോഡ് ബൈ ദ നെയിം ഓഫ് ദ കമ്പനി. ഒരു കമ്പനി നെയിം, അതായത് അറ്റിനെ ഫോളോ ചെയ്തുകൊണ്ട് ഒരു കമ്പനി നെയിമും നമുക്ക് പറയാം. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ പറഞ്ഞത് ഐ വാണ്ട് ടു വർക്ക് അറ്റ് യൂട്യൂബ് അല്ലേ, ഐ വാണ്ട് ടു വർക്ക് അറ്റ് യൂട്യൂബ്. യൂട്യൂബ് ഈസ് എ കമ്പനി. സോ ഐ വാണ്ട് ടു വർക്ക് അറ്റ് യൂട്യൂബ്. സോ അറ്റ് ഫോളോഡ് ബൈ എ കമ്പനി.
And we can also have at followed by an educational institution. ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേരും ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ. ഫോർ എക്സാമ്പിൾ യൂണിവേഴ്സിറ്റി നമുക്ക് പറയാം. ഫോർ എക്സാമ്പിൾ എ സ്കൂൾ ഓർ യൂണിവേഴ്സിറ്റി. ഓക്കെ, സോ മിലി സ്റ്റഡീഡ് അറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ്. സോ അറ്റ് ഇസ് ഫോളോഡ് ബൈ an educational institution. Okay, and also at is also followed by an exact address. ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള എക്സാക്റ്റ് അഡ്രസ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ വി ക്യാൻ യൂസ് അറ്റ്, ദ പ്രപ്പോസിഷൻ അറ്റ് പ്ലസ് എക്സാക്റ്റ് അഡ്രസ്. എ കംപ്ലീറ്റ്, ഇഫ് ദർ ഇസ് എ കംപ്ലീറ്റ് അഡ്രസ് ഓർ എ പോസ്റ്റൽ അഡ്രസ് ഇഫ് ഈസ് ദർ, വി ക്യാൻ യൂസ് ദ പ്രപ്പോസിഷൻ അറ്റ്. നിലു lives at 6th Street, Kozhikode. If there is exact address, we have to use at. If do not know the street name and the city, we use the preposition on. Okay, so Nilu lives on Main Street. അപ്പോൾ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു എക്സാക്റ്റ് അഡ്രസ്സ് ഉണ്ട്, സ്ട്രീറ്റ് നെയിമും നമുക്കറിയാം, പെർട്ടിക്കുലർ ആയിട്ടുള്ള സിറ്റിയും നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ യൂസ് ദ പ്രിപ്പോസിഷൻ അറ്റ്. അതർ ടൈംസ് വി ഹാവ് ടു യൂസ് ഓൺ. അല്ലാത്ത സമയത്ത് നമ്മൾ ഓൺ ആണ് യൂസ് ചെയ്യേണ്ടത്. പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കംപ്ലീറ്റ് അഡ്രസ്, ഇഫ് ദർ ഇസ് എ കംപ്ലീറ്റ് അഡ്രസ് വി ഹാവ് ടു യൂസ് ദ പ്രിപ്പോസിഷൻ അറ്റ്. ഓക്കെ, ആൻഡ് വി ഓൾസോ യൂസ് അറ്റ് പ്രപ്പോസിഷൻ or at followed by a place where we get the treatment. For example, Hannah is at dentist. I am ill. I am at the doctor's. Notice these apostrophes, isn't it? Apostrophes S is there. So at followed get the treatment. നമുക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടുന്ന ഒരു പ്ലേസ് എവിടെയാണോ അവിടെയും നമുക്ക് വി ക്യാൻ യൂസ് ദ പ്രപ്പോസിഷൻ അറ്റ്. സോ ഹിയർ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞ ഹെന ഹീസ് അറ്റ് ഡെൻറ്റിസ്റ്റ്. ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്താണ് അവൾ, ഹെന അല്ലേ. അപ്പോൾ അവിടെ എന്തോ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നു. ചില സമയം പല്ല് ക്ലീൻ ചെയ്യായിരിക്കാം, അല്ലെങ്കിൽ എന്തായിരിക്കും റൂട്ട് കനാലോ എന്തെങ്കിലും ഒരു പ്രോസസ്സായിരിക്കാം. സോ അതിന് നമ്മൾ അവിടെയുള്ള പ്രോസസ്സ് നമ്മൾ അതൊരു പോസസീവായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. ആ ഒരു ആക്ടിവിറ്റി നമ്മൾ പറയാതെ ഹെന ഈസ് അറ്റ് ദ ഡെൻറ്റിസ്റ്റ്, ഹെന ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്താണ്. ഓക്കെ, ഐ ആം ഇൽ അല്ലേ, എനിക്ക് അസുഖമാണ്. ഐ ആം അറ്റ് ദ ഡോക്ടേഴ്സ്, ഞാൻ ഡോക്ടറിൻ്റെ അടുത്താണ്. ഓക്കെ, സോ അങ്ങനെയുള്ള കേസിലും പ്ലേസ് where we get the treatment we can also use the preposition at. Okay, and another at followed by a group activity, a place where we do an activity in a group. Okay, at followed by a group activity, that is a place where we do an activity in a group. For example, Anu is at the party. Anu is at the party. So party is a group activity. Party is a group activity. So a place where a group of people. Okay. For another example, Sally and Semi are at the cinema. We can also say at the theatre. Same use. No problem. Okay. So group of activity ഉള്ള, അതായത് ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റി വരുന്ന ഒരു പ്ലേസിൽ നമുക്ക് എന്ത് ആഡ് ചെയ്യാം? അറ്റ് എന്നുള്ള പ്രപ്പോസിഷൻ വി ക്യാൻ യൂസ്. ഓക്കെ. Another example, the students are at the conference. So conference means it is a place where group activity you can see. Okay. We also use at to describe speed. So how fast you are traveling or something is traveling. Okay. So at followed by speed. For example, I am driving at 30 km/h. Okay. ദാറ്റ് ഈസ് നമ്മൾ സ്പീഡിൻ്റെ കൂടെയൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നത് അറ്റാണ്. എത്ര കിലോമീറ്റർ സ്പീഡിലാണ് വന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക? അറ്റ് 30 കിലോമീറ്റർ, അറ്റ് 50 കിലോമീറ്റർ. ഓക്കെ, ഐ എം ഡ്രൈവിങ് അറ്റ് 50 km/h. ഓക്കെ, പെർ അവർ എന്ന് പറയുന്നത് എന്താണ്? സ്പീഡിൻ്റെ യൂണിറ്റാണ്. അപ്പം എത്ര കിലോമീറ്ററാണ് അറ്റ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു സ്പീഡിൻ്റെ കാര്യത്തിൽ നമ്മൾ അതിൻ്റെ മുന്നേ ആയിട്ട് വി ക്യാൻ യൂസ് ദ പ്രപ്പോസിഷൻ അറ്റ്. ഓക്കെ, ആൻഡ് ഗുഡ് അറ്റ് സംതിങ്, good at with something, good at, that is good at plus something. For example, Ziyad is good at football. Jasmine is good at singing. So Jasmine sings well അല്ലേ? ജാസ്മിനോ അല്ലെങ്കിൽ സിയാദാണെന്നുണ്ടെങ്കിൽ സിയാദ് ഈസ് ഗുഡ് അറ്റ് ഫുട്ബോൾ. സിയാദിന് ഫുട്ബോൾ നല്ലോണം കളിക്കാനറിയാം. സിയാദ് ഫുട്ബോൾ ഓർ ഫുട്ബോൾ നോസ് വെരി വെൽ. നമ്മളത് പറയുന്നില്ല, നമ്മൾ അതിന് പകരം സിയാദ് ഇസ് ഗുഡ് അറ്റ് ഫുട്ബോൾ
ജാസ്മിൻ സിങ്സ് വെൽ എന്ന് നമ്മൾ പറയുന്നില്ല. പകരം നമ്മൾ ജാസ്മിൻ ഇസ് ഗുഡ് അറ്റ് സിംഗിങ്. ഓക്കെ, സോ ഗുഡ് അറ്റ് പ്ലസ് സംതിങ്. And we can also say bad at something. Okay, so this means we use the desirable things we do badly. That is, for example, Rujan is bad at singing. So yes, റുജാന് പാടാൻ അറിയില്ല അല്ലേ, അറിയില്ല എന്ന് നമ്മൾ പറയുന്നില്ല. റുജാൻ ഈസ് ബാഡ് അറ്റ് സിംഗിങ് എന്നേ പറയുന്നുള്ളൂ. പ്രിജി ഈസ് ബാഡ് അറ്റ് കുക്കിംഗ്. ദാറ്റ് മീൻസ് ഷീ ഈസ് നോട്ട് ഗുഡ്. ഷീ കുക്ക് ബാഡ്ലി. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരിക്കാം, പക്ഷേ ഷീ കുക്ക് ബാഡ്ലി. And another use of at is to desirable direction. So we use to describe directing something towards another person or thing. ഓക്കെ, ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഇതിൽ ഡയറക്ഷനിൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ യൂനു ഈസ് സ്മൈലിംഗ് അറ്റ് ലിജി. ആക്ച്വലി യൂനു ഈസ് സ്മൈലിംഗ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ലിജി അല്ലേ. യൂനു എന്ന് പറഞ്ഞ ആൾ ലിജിയുടെ ഡയറക്ഷനിൽ സ്മൈൽ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? നമ്മൾ ഒരിക്കലും ഇത് പറയില്ല യൂനു ഈസ് സ്മൈലിംഗ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ലിജി എന്ന് പറയില്ല. യൂനു ഈസ് സ്മൈലിംഗ് അറ്റ് ലിജി എന്ന് പറയാം. അറ്റ് ലിജി. ഓക്കെ, സിമ്പിളായിട്ട് നമ്മൾ പറയാം. വി ഡു നോട്ട് സേ സ്മൈലിംഗ് ടു ലിജി എന്ന് പറയില്ല. ഹിയർ വി യൂസ് സ്മൈലിംഗ് അറ്റ്. ഓക്കെ, തെസി ഈസ് ഷൗട്ടിങ് അറ്റ് ദ കസ്റ്റമർ അല്ലേ. തെസി കസ്റ്റമറെ ഷൗട്ട് ചെയ്യുന്നുണ്ട്. സോ തെസി ഈസ് ഷൗട്ടിങ് ഇൻ ദ ഡിറക്ഷൻ ഓഫ് കസ്റ്റമർ നമ്മൾ പറയില്ല. ഓക്കെ, ആൻഡ് ഷീ ഈസ് വെയിറ്റിംഗ് അറ്റ് ദ ഓർ വേവിങ് അറ്റ് ദ എറോപ്ലെയിൻ നോക്കി കൈ കാട്ടുന്നുണ്ട്. വേവിങ്, നോട്ട് വെയിറ്റിംഗ്. ഓക്കെ, വേവിങ്, കൈ കാട്ടിങ്ങനെ ആക്കണം. അപ്പോൾ ഡയറക്ഷൻ, ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഡിറക്ഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ യൂസ് ദ പ്രപ്പോസിഷൻ അറ്റ്. സോ അറ്റിന് ഒരുപാട് യൂസസ് ഉണ്ട്. നമ്മൾ ഇന്നും ഓണും പറഞ്ഞ പോലെയല്ല. സോ ഇറ്റ് ഹാസ് ഡിഫറെൻറ്റ് uses. Okay, mainly for time, place, activity and direction. Okay, so that's all. So thanks for watching. Stay tuned to my channel for more videos. Thank you.